അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ശ്രമിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന, അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ, അപാരമായ ആത്മവിശ്വാസം ഉണ്ടാവും എന്നാണ് വിശ്വാസികളുടെ അനുഭവത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുന്ന വചനങ്ങളിൽ നിന്ന്, പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം ദർശനത്തിൻ്റെ തന്നെ സ്വഭാവം അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് വലിയ മനസ്സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഈ ഐഹിക ജീവിതം, അഥവാ നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, ഐഹിക ജീവിതം, അത് നശ്വരമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ സംഗതി. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകും ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹി ഗറൂർ. മനുഷ്യന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാകുന്നു. അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കരുത്, നിങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങളുടെ തന്നെ മനസ്സിലുണ്ടാകുന്ന ആത്മവഞ്ചന, അതിലും നിങ്ങൾ വഞ്ചിതരാക്കരുത് എന്ന് ഖുർആൻ കൃത്യമായി നമ്മോട് പറയുന്നു. ഈ ലോകം അത് നശിക്കാൻ, അത് നശ്വരമാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ ബാക്കിയാവുകയില്ല എന്ന വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇഹലോകത്ത് വലിയ പദവികളും വലിയ സമ്പന്നതയും വലിയ ഐശ്വര്യവും മറ്റെന്തൊക്കെ നേടിയാലും അതിനൊന്നും സ്ഥായി ഭാവമില്ല, അത് എന്നെന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടി അതിന് വലിയ സംഗതിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ജീവിതം തന്നെയാണ് സർവസ്വം എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ സത്യവിശ്വാസി ഒരിക്കലും തന്നെ താല്പര്യപ്പെടുകയില്ല. അത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ വലിയ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഭൂമിയിലുള്ളത് മുഴുവൻ ആ രൂപത്തിലാണെങ്കിൽ നശ്വരമായതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാനുള്ളതാണ്. അത് ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ ഈ ഭൂമിയോട് യാത്ര പറഞ്ഞ് വിട പറഞ്ഞ് പോകേണ്ട സത്യവിശ്വാസിക്ക് അത് വല്ലാത്ത ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം, ഇഹലോകത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും, അഥവാ മരണാനന്തര ജീവിതത്തിൽ വിചാരണ ചെയ്യപ്പെടും എന്ന ഉറച്ച വിശ്വാസം സത്യവിശ്വാസിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമല്ലോ. ഇവിടെ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങളും നാളെ വിചാരണ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ നീതി ലഭിക്കും എന്ന് സത്യവിശ്വാസി ഉറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പല രാജ്യങ്ങളെയും ആക്രമിച്ച് പല അനീതികളും ചെയ്തുകൊണ്ട്, അന്യായങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മുതൽ സംഘങ്ങൾ മുതൽ വലിയ രാഷ്ട്രങ്ങൾ വരെയുള്ള ആളുകളുണ്ട്. വലിയ രാഷ്ട്രങ്ങൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ നഗരങ്ങളെ നശിപ്പിച്ച വൻ രാഷ്ട്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിന് ആജ്ഞ കൊടുത്ത വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ, ആ രാഷ്ട്രങ്ങൾ, ആ സമൂഹങ്ങൾ അത് ഒരു കാലത്ത് മരണാനന്തര ലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സത്യവിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് സത്യവിശ്വാസിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന, നീതിബോധത്തിൽ അധിഷ്ഠിതമായ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. സത്യവിശ്വാസികൾക്കുള്ള
അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് മൂന്നാമത്തെ അടിസ്ഥാനം. സത്യവിശ്വാസിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസിയുടെ ആത്മവിശ്വാസത്തിനുള്ള മൂന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്ന വിജയ വാഗ്ദാനങ്ങൾ. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും സത്യവിശ്വാസികളുടെ സമൂഹത്തിനും വിശ്വാസികളുടെ സമുദായത്തിനും അന്തിമ വിജയം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ കാര്യം വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറ. അള്ളാഹുവിനെ സഹായിക്കുന്നു, അള്ളാഹുവിൻ്റെ ദർശനത്തെ, ഇസ്ലാം ദർശനത്തെ സഹായിച്ച് ജീവിക്കുന്ന സമൂഹം, വ്യക്തി, പ്രസ്ഥാനം, സംഘടന, രാജ്യം, അവരെ അള്ളാഹു സഹായിക്കും. വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. നാം നേരത്തെ പറഞ്ഞു വെച്ച് തീരുമാനിച്ചിട്ടുള്ള വാഗ്ദാനമാകുന്നു. അള്ളാഹു പറയുകയാണ്, നമ്മുടെ ദാസന്മാർക്ക്, നമ്മുടെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് നാം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവര് സഹായിക്കപ്പെടും, അവര് വിജയിക്കും. വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. നമ്മുടെ സേന, ആ സേനയെ തന്നെയാണ്, അവർക്ക് തന്നെയാണ് വിജയം ലഭിക്കുവാൻ പോകുന്നത്. നാം നമ്മുടെ പ്രവാചകന്മാരെ സഹായിക്കുകയും ചെയ്യുന്നതിനെയും പ്രവാചകന്മാരെ മാത്രമല്ല വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും, സാക്ഷി വിസ്താരം നടക്കുന്ന പരലോകത്തും അവർക്ക് തന്നെയായിരിക്കും അള്ളാഹുവിൻ്റെ തുണയുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൽ നിന്നുള്ള സഹായമാകുന്നു. മാത്രമല്ല സമീപസ്ഥമായ വിജയവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനം, അള്ളാഹുവിൻ്റെ വിജയ വാഗ്ദാനം, ഇത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. നമുക്കറിയാൻ സാധിക്കും, നാം മഹാന്മാരായ പണ്ഡിതന്മാരുടെ അവരുടെ ജീവചരിത്രങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ വിശുദ്ധ ഖുർആൻ അനന്യമായ, അതുല്യമായ ആത്മവിശ്വാസം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വളരെ വളരെ മനോഹരമായ നിമിഷങ്ങൾ പ്രവാചകന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, പ്രവാചകനെ പിടിക്കുന്നതിന് വേണ്ടി മക്കക്കാർ നൽകിയ ആ മോഹന വാഗ്ദാനത്തിന്റെ ബലത്തിൽ പ്രവാചകനെ പിടികൂടുന്നതിന് വേണ്ടി സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു സഹോദരൻ മക്കയിൽ നിന്ന് പ്രവാചകന്റെ പിന്നാലെ കൂടിയ ആ വഴിയിൽ വെച്ച് പിന്നാലെ കൂടിയ സംഭവം നമുക്കറിയാം. പ്രവാചകനെ പിടിക്കാൻ അത് ഏറ്റവും തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സുറാഖത്ത് പ്രവാചകനെ പിടിക്കാൻ കഴിയാതെ നിസ്സഹനായി അദ്ദേഹത്തിന്റെ കുതിരക്ക് കാലിടറിയ നിമിഷം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സുറാഖയോട് പറയുന്നുണ്ട്, കിസ്രയുടെ കങ്കണങ്ങൾ, കൈവളകൾ താങ്കളുടെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു നിമിഷത്തെ താങ്കൾ സ്വപ്നം കാണുന്നുണ്ടോ? അങ്ങനെ അണിയിക്കപ്പെടുകയാണെങ്കിൽ താങ്കളുടെ വികാരം എന്തായിരിക്കും സുറാഖ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസം, അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം തിളങ്ങി ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. വരാനിരിക്കുന്ന തൻ്റെ രാഷ്ട്രസ്ഥാപനത്തെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന തൻ്റെ വിജയത്തെ സംബന്ധിച്ച്, തൻ്റെ ദൗത്യം സമ്പൂർണ്ണമായി വിജയിക്കുമെന്ന് പ്രവാചകൻ അങ്ങേയറ്റത്തെ സ്വപ്നത്തോടുകൂടി, വികാരത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പ്രകടിപ്പിക്കുന്ന ആ പ്രതീക്ഷ, അത് ചരിത്രത്തിലെ അതുല്യമായ പ്രതീക്ഷാ പ്രകടനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം പണ്ഡിതന്മാരിലേക്ക് വരികയാണ് എങ്കിൽ,
നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഏതാനും ചില പണ്ഡിതന്മാരുടെ ചരിത്രം മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കി അതിൻ്റെ സാരാംശം, അതിൻ്റെ ഉത്സാരത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ ഒരിക്കൽ തൻ്റെ കവിതയിലൂടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. താങ്കൾ ഇഹലോകത്തിലെ വിഭവങ്ങൾ എത്രത്തോളം ചെറുതാണെങ്കിലും വളരെ കുറഞ്ഞതാണെങ്കിലും അതിൽ സംതൃപ്തി പൂണ്ട്, അതിൽ തൃപ്തി അടഞ്ഞ് വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ സന്നദ്ധനാവുകയാണ് എങ്കിൽ, ഖനൂആണ് എങ്കിൽ, ഖനാഅത്തോടു കൂടി ജീവിക്കാൻ സന്നദ്ധനാണ് എങ്കിൽ, താങ്കളും ഈ ലോകം മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ കീഴ്പ്പെടുത്തിയ വ്യക്തിയും തുല്യമാണ്. രണ്ടുപേർക്കും ഇടയിൽ യാതൊരു വ്യത്യാസമില്ല. തൻ്റെ ആത്മവിശ്വാസം കവിതയിലൂടെ അദ്ദേഹം കുറിക്കുകയാണ്. അദ്ദേഹത്തെ പല സന്ദർഭത്തിലും ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് പല മോഹന വാഗ്ദാനങ്ങളും നൽകപ്പെട്ട് തൻ്റെ ജീവിത നിലപാടുകളിൽ നിന്ന് പിന്മാറാനും വരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഭൗതികമായ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. അദ്ദേഹം അതിന് നൽകിയ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിത നമുക്ക് കാണാൻ സാധിക്കും. ശ്രീലങ്കയുടെ ഒരു പേരാണ് സറന്ദീപ്. ശ്രീലങ്കയിലെ മലകളെ, ആ മലകൾ ലുക്കുലു മുത്തുകൾ വർഷിച്ചോട്ടെ, അത് വർഷിച്ചോട്ടെ. തെർക്കൂറിലെ സെനിഗൽ പ്രദേശത്തുള്ള തെർക്കൂർ പ്രദേശം, ആ പ്രദേശത്തിന്റെ സ്വർണ്ണഖനികളിൽ നിന്ന് സ്വർണ്ണ പൊടികൾ ചിതറി പാറിക്കോട്ടെ. അതൊക്കെ തന്നെ ഭൗതികമായ പ്രമത്തതയുടെ, ആഡംബരതയുടെ അടയാളങ്ങളാണ്. അതൊക്കെ ഭൗതികമായ ആഡംബരങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയില്ല. സാധാരണക്കാരനായിക്കൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി വെറും ചെറിയ ഭക്ഷണം കൊണ്ട് ജീവിക്കുവാൻ ഷാഫി തയ്യാറാണ്. ഇനി അതിനിടയിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ 6 അടി മണ്ണ് അതേത് സന്ദർഭത്തിലും എനിക്ക് ലഭിക്കും. അദ്ദേഹം തന്റെ ജീവിതത്തെ വർണ്ണിക്കുകയാണ്. എന്നാൽ എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ ധൈര്യം, എൻ്റെ ഹിമ്മത്ത്, അത് ഹിമ്മത്തുൽ മുലൂക്ക്, രാജാക്കന്മാർക്ക് എത്രത്തോളം ധൈര്യമുണ്ടോ, ആത്മവിശ്വാസമുണ്ടോ, അതിനേക്കാൾ ഒരു പടി മുന്നിൽ ഷാഫിയുടെ ധൈര്യം, ഷാഫിയുടെ ആത്മവിശ്വാസം നിൽക്കുന്നുണ്ട്. ഹിമ്മത്തുൽ മുലൂക്ക് വനഫ്സി, എന്നാൽ എൻ്റെ മനസ്സുണ്ടല്ലോ, സ്വതന്ത്രനായ ഒരു വ്യക്തിയുടെ മനസ്സാണ്. നിന്യത ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന്, ഏതെങ്കിലും ഭരണകൂടത്തിൽ നിന്ന്, രാജാവിൽ നിന്ന്, ഖലീഫയിൽ നിന്ന്, മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് ആരെങ്കിലും എന്നെ നിന്ദിക്കുവാൻ ഒരുപ്പെടുകയാണെങ്കിൽ ആ നിന്നയെ ഞാൻ കുഫ്റിന് തുല്യമായി, അത് അവിശ്വാസത്തിന് തുല്യമായി കൊണ്ട് കാണുവാൻ ഞാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ജീവിതത്തിൽ വെറും കുറച്ച് ഭക്ഷണം തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ ഏതെങ്കിലും സെയ്ദിന്റെയും അംറിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റാളുകളുടെ പിന്നാലെ അവര് നൽകുന്ന വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ തേടിക്കൊണ്ട് പുറപ്പെടേണ്ട ആവശ്യം എന്തുണ്ട് ഷാഫിക്ക് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തെ തന്നെ വർണ്ണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. നാം ഇബ്നു തൈമിയയിലേക്ക് വരികയാണെങ്കിൽ, ഇബ്നു തൈമിയ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട മഹാപണ്ഡിതനാണ്. 400-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, ഇസ്ലാമിക ലോകം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ പലരും, അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ പലരും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തെ ജയിലിലടക്കും, കൊല്ലും, നാട് കടത്തും എന്നൊക്കെ രൂപത്തിലുള്ള ഭീഷണികൾ വന്നപ്പോൾ അദ്ദേഹം അതിന് പ്രതികരിച്ചത്
എൻ്റെ ശത്രുക്കളുടെ, എൻ്റെ പ്രതിയോഗികൾ എന്താണ് ഇബ്നു തൈമിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്? ജന്നത്തി ഫീ സുദ്രി, എൻ്റെ സ്വർഗം അത് എൻ്റെ നെഞ്ചകത്താണ്, എൻ്റെ മനസ്സിലാണ്. ആരെങ്കിലും എന്നെ പിടിച്ച് ജയിലാക്കുകയാണെങ്കിൽ സിജിനി ഖൽവത്തുൻ മഅ അല്ലാഹ്, ആ ജയിൽ ജീവിതം ഞാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ആ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള, ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള ഒന്നാം തരം ഇടമായിക്കൊണ്ട് ഞാൻ അതിനെ പരിഗണിക്കും. ആ പ്രതിസന്ധിയെ ഞാൻ അനുകൂലാവസ്ഥയായി ഉപയോഗിക്കും. ആരെങ്കിലും എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ അതൊരു വിനോദസഞ്ചാരമായിക്കൊണ്ട് ഞാൻ അതിനെ പരിഗണിക്കും. ആരെങ്കിലും എന്നെ കൊല്ലുകയാണ് എങ്കിൽ, എന്നെ വധശിക്ഷക്കിരയാക്കുകയാണ് എങ്കിൽ ഞാൻ അതിനെ ഷഹാദത്തുൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യമായി കൊണ്ട് ഞാൻ അതിനെ കണക്കാക്കും എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നൽകുന്ന ആത്മവിശ്വാസം, അതിന്റെ തനി രൂപം കാണണമെങ്കിൽ സയ്യിദ് ഖുത്ബിലേക്ക് നോക്കണം. സയ്യിദ് ഖുത്ബ് ഖുർആനിനെ ആസ്വാദന വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതനാണ്. ഈജിപ്ഷ്യൻ ചരിത്രം കണ്ട അഗ്നിസ്ഫുലിംഗമാണ് യഥാർത്ഥത്തിൽ സയ്യിദ് ഖുത്ബ്. അദ്ദേഹം ജയിലിലിരിക്കെയാണ് തന്റെ വിശുദ്ധ ഖുർആൻ ആസ്വാദനം ഖുർആൻ പൂർത്തിയാക്കിയത് എന്ന് നമുക്കറിയാം. ആ ജയിലിൽ ഇരുന്നു കൊണ്ട് തന്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അഖീ അൻത ഹുർറൻ വറാഅ അസ്സുദൂദി, അഖീ അൻത ഹുർറൻ ബിതിൽകൽ ഖുയൂദി, ഇദാ കുൻത ബില്ലാഹി മുസ്തഅസിമൻ ഫമാദാ യദീറുക ഖൈദുൽ അബീദി, അഖീ സതുബീദു ജുയൂശൽ ളലാമി വയുശ്രികുൽ കൗനു ബിഫജ്രിൻ ജദീദി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആത്മഗതം അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. നീ സഹോദര, നീ സ്വതന്ത്രനാണ്. ജയിലിൽ കടന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നീ ജയിലിനകത്താണെങ്കിലും അഖീ അൻത ഹുർറൻ വറാഅ അസ്സുദൂദി, ജയിൽ മതിലുകൾക്കുള്ളിലാണ് സഹോദര നീയെങ്കിലും നീ സ്വതന്ത്രനാണ്. അഖീ അൻത ഹുർറൻ ബിതിൽകൽ ഖുയൂദി, കയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലും കാലുകളിൽ ചങ്ങല ഇട്ടിട്ടുണ്ടെങ്കിലും താങ്കൾ സ്വതന്ത്രനാണ്. കാരണം ഇദാ കുൻത ബില്ലാഹി മുസ്തഅസിമൻ, താങ്കൾ സംരക്ഷണം തേടുന്നത്, താങ്കൾ അഭയം തേടുന്നത് അത് അല്ലാഹുവിലാണ്. അങ്ങനെ അഭയം തേടുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അബീദിന്റെ ഖൈദ്, അള്ളാഹുവിന്റെ തന്നെ ഒരു അടിമയായ ഈ പ്രതിയോഗികളുണ്ടല്ലോ, ഈ അടിമകളായ പ്രതിയോഗികളുണ്ടല്ലോ, അവരുടെ ഖൈദ് ബന്ധനം അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ യാതൊരു മുറിവും ഏൽപ്പിക്കുകയില്ല, പീഡനവും ഏൽപ്പിക്കുകയില്ല. കാരണം അവർ സംരക്ഷണം തേടുന്നത് അള്ളാഹുവിലാണ്. സയ്യിദ് ഖുത്ബ് തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഈ അന്ധകാരത്തിന്റെ അതിന്റെ പട്ടാളത്തെ, അതിന്റെ സേനകളെ ഒരു കാലത്ത് താങ്കൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചം പുതിയൊരു പ്രഭാതം കൊണ്ട് ഈ പ്രപഞ്ചം അത് പ്രശോഭിക്കും എന്ന് തന്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതീക്ഷ അദ്ദേഹം തന്റെ കവിതയിൽ പ്രകടിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. സയ്യിദ് അബുൽ അല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശുദ്ധ ഖുർആനിന് മനോഹരമായ വ്യാഖ്യാനം എഴുതിയ, തഫ്സീറുൽ ഖുർആൻ എഴുതിയ, ഖുർആന്റെ ഉള്ളടക്കം നന്നായി ഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം തുടിയിരുന്നത് ചരിത്രം പറയുന്നു. അദ്ദേഹത്തോട് ഒരു പത്രക്കാരൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പലവിധ ഭീഷണികളും ഉണ്ടല്ലോ, ഭീഷണിക്കിരയായിക്കൊണ്ട് തന്റെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സന്ദർഭം ഉണ്ടായാൽ താങ്കൾ ഏത് രൂപത്തിൽ അതിനോട് പ്രതികരിക്കുമെന്ന് ചോദിച്ചപ്പോൾ സയ്യിദ് മൗദൂദി അതിന് നൽകിയ പ്രത്യുത്തരം, ആ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സാഹചര്യം സംജാതമാവുകയാണെങ്കിൽ എന്റെ പടച്ച റബ്ബേ, നീ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി, നീ എന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുന്നതിന് വേണ്ടി, എന്നിൽ തൃപ്തി അടയുന്നതിന് വേണ്ടി നിന്നിലേക്ക് ഞാൻ ധൃതിപ്പെട്ടു പോന്നു എന്നായിരിക്കും എൻ്റെ ആ മനസ്സ് ആ സന്ദർഭത്തിൽ സംസാരിക്കുക എന്നാണ് സയ്യിദ് മൗദൂദി ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പ്രതികരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മിക്കവരുടെയും ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ
വിശുദ്ധ ഖുർആന്റെ ഉത്സാരം ആവാഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായി കാണാം. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും മുമ്പിൽ, വെല്ലുവിളികൾക്കും മുമ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് കരുത്തേകിയത്, അവർക്ക് സഹായമേകിയത് വിശുദ്ധ ഖുർആൻ പഠനമാണ്. അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗ്രഹിച്ചത് കൊണ്ടാണ് അത്തരമൊരു നിലപാട് അവർക്ക് സ്വീകരിക്കുവാൻ സാധിച്ചത് എന്നതാണ് വസ്തുത. ഈ പരിശുദ്ധ റമദാൻ മാസം ഇത് വിശുദ്ധ ഖുർആന്റെ മാസമാണ്. വിശുദ്ധ ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അതിന്റെ അർത്ഥവായനക്കും അതിന്റെ അക്ഷരവായനക്കുപരി അർത്ഥവായനക്ക് നാം കൂടുതൽ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ അഗാധങ്ങളിലേക്ക്, അതിന്റെ ഉത്സാരത്തിലേക്ക്, അതിന്റെ സത്തയിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തിന്റെ ഊർജം അത് ശേഖരിക്കുവാൻ, അത് ലഭിക്കുവാൻ നാം ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. പരിശുദ്ധ ഈ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖേകി, ഉദവിയേകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.